നിങ്ങൾ ഇയാളെ ഈ സീനൊക്കെ ഒന്ന് എടുത്തു. എന്തൊരു അപമാനാടോ, എന്തൊരു പരിഹാസമാണ്. ഇയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ സങ്കടം കൊണ്ട് പറയാൻ നമ്മൾ ഈ നാട്ടുകാരല്ലേ. ഒരു മനുഷ്യൻ ഒരു അവിഞ്ഞ കോട്ടും കൊള്ളാത്തൊരു സൂട്ടും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ ഇരുമ്പിന്റെ കസേരല്ല ഒരു അവിഞ്ഞ ഇരുത്തുണ്ട്. ആലോചിക്കങ്ങൾ. ഇന്നലെ ആ ചിരിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ്, എന്ത് ചിരിയാടോ ഇത്. അടുത്ത് തന്നെ കുതിരവട്ടത്ത് കൊണ്ടുപോകേണ്ട കേസാണിത്. ഞാൻ കാര്യമായിട്ട് CBI എന്തോ കുഴപ്പമായിട്ടുണ്ട് തമാശ നിങ്ങൾ വിചാരിക്കണ്ട. അല്ലെങ്കിൽ ഇന്നലെ ഈ ജാതി ചിരിച്ചിട്ട് കൂടക്കുന്ന പത്രക്കാരനൊന്നും ചിരിക്കണ്ടേ. കാരണം ഇത് ചിരിക്കാത്തോ ചിരിച്ചാൽ സൂക്ഷിക്കണം, എന്തോ കുഴപ്പമായിരിക്കും. ഇതിനേക്കാൾ വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഇയാള് ഒരു കാര്യം ഉറപ്പാണ്, ഈ മനുഷ്യൻ അങ്ങനെ ഞാൻ ദ്വാരക്കുന്ന എന്താണ് ഓരോ എൻ്റെ ഉമ്മാക്ക് അല്ലാഹുവേ ആരോഗ്യവും ആയുസ്സൊക്കെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്ന പ്രാർത്ഥനയാണ് ഈ പിണറായി വിജയന് ഇനി ആയുസ് കൊടുക്കണേ, പെട്ടെന്ന് തീരരുത്. ചെയ്ത ദ്രോഹങ്ങൾ മുഴുവനുണ്ടല്ലോ. ഞാനൊരു വ്യക്തിയല്ലേ, എന്നെ അനുഭവിച്ചത് എനിക്കറിയാമല്ലോ. നിരപരാധികളെ എത്ര പേര്, എത്ര ചോരയുടെ കറയുണ്ട് പിണറായി എന്റെ ജീവിതത്തില്, എത്ര പാപമുണ്ട്. അങ്ങനെ തീരുമോ? ഇന്നലെ പൊട്ടിച്ചിരിക്കുമ്പോണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ പുറത്തല്ല വയർക്കുന്നത്. ഇതൊക്കെ കാണുമ്പോ സന്തോഷത്തിന്റെ ഒരു വയർപ്പ് അകത്തും ഒഴുകുന്നുണ്ട്. എത്ര പേർക്കുണ്ടാകും അത്? എത്ര പേർക്കുണ്ടാകും? എത്ര പാപങ്ങളെ പീഡിപ്പിച്ച ഒരു മനുഷ്യനാണ്. എത്ര കുടുംബങ്ങൾ, എത്ര പേരുടെ ചോര നിസ്സാരമാണെന്ന് വിചാരിക്കുന്നല്ലോ നിങ്ങൾ. ഇന്നലത്തെ ചിരി ഉണ്ടല്ലോ, ആ ചിരി മതി ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറയാൻ സഖാവേ. ഇതിനേക്കാൾ അപമാനിക്കപ്പെട്ട് കേരളത്തിനൊരു മുഖ്യമന്ത്രി PR എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും എൻ്റെ സഖാവേ, ഇടത്തും വലത്തും PR ഇരുന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുക ഒരു മുഖ്യമന്ത്രി. 60 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാക്ക്. 76 വയസ്സായി, 16 വയസ്സ്. ആലോചിച്ചോ, അന്നത്തെ കാലത്ത് 60 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഈ ചെങ്ങായിക്ക് വർത്താനം പറയണമെങ്കിൽ ഇടത്തും വലത്തും PR വേണമെങ്കിൽ ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല ഏർപ്പാടിനും പറഞ്ഞു വിട്ടറോ. അതല്ലേ സഖാക്കൾ ചെയ്യേണ്ടത്? അതല്ലേ ചെയ്യേണ്ടത്? ഒരു വർത്താനം പറയാൻ കഴിയുന്നുണ്ടോ? ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയാണ്, സംഭവിക്കാൻ പോണത് എന്താ അറിയോ? നിങ്ങള് ADGPയെ മാറ്റാൻ പോവാണ്. നാളെയോ മറ്റന്നാളോ ഒക്കെ മാറ്റും. നിയമസഭ നടക്കുമ്പോൾ മാറും. പിണറായി രക്ഷപ്പെടുകയാണ്. ADGP ആണോ പ്രശ്നം? ശശിയാണോ പ്രശ്നം? ശിവശങ്കരനാണോ പ്രശ്നം? സഖാവേ, പ്രശ്നം പിണറായി വിജയനാണ്. നിങ്ങൾ ഇവരൊന്നും മാറ്റിയിട്ട് കാര്യമില്ല. ശിവശങ്കരൻ കോടികൾ അടിച്ചു മാറ്റി. ശിവശങ്കരനെ മാറ്റി. ആരാ കൊണ്ടുവന്നു? ശശി പാഞ്ഞു വന്നിട്ട് ആകാശത്ത് നിന്ന് പൊട്ടിയിറങ്ങിയതാ നിയമസഭയിൽ. ശിവശങ്കരൻ കഴിഞ്ഞാൽ പിന്നെ പറ്റിയൊരു കള്ളനെ കൂട്ടിന് കിട്ടണം. ശശിനെ കൊണ്ടുവന്നു ഇല്ലേ? നിങ്ങൾ ADGP അജിത് കുമാറിനെ മാറ്റിയാൽ വേറെ അതിനേക്കാൾ വലിയ മൂരാച്ചി RSSകാരനെ കൊണ്ടുവരും. സുജിത്താത്തിന്റെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുത്താൽ വേറെ പോസ്റ്റിൽ അവനെ വെക്കും. ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നവരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. മുഖ്യമന്ത്രി ഉള്ളിടത്തോളം കാലം ചികിത്സ വേണ്ടത് എന്തിനാണ്? വേരിനല്ലേ, അല്ലാതെ കൊമ്പിനാണോ? ശശിയാണോ മാറ്റേണ്ടത്? ADGP ആണോ മാറ്റേണ്ടത്? ADGPയെ മാറ്റിയും നാടകം കളിക്കും സഖാവേ, തീരൂല. പിണറായി വിജയനെയാണ് മാറ്റാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടത്. പോലീസിൽ സംഖ്യയൊക്കെ ഉണ്ടാവും. എല്ലാ പോലീസുകാരെല്ലാവരും നല്ലത് പോലീസിൽ മാത്രമാണ് ഇന്നലെ ഉണ്ടാവുക? ഒന്നിനും ഉണ്ടാവില്ല. കുഴപ്പക്കാരൊക്കെ ഉണ്ടാവും. രമൺ ശ്രീവാസ്തവ ഏജാതി കുഴപ്പക്കാരനാണ്, അറിയില്ലേ? ഐ വാണ്ട് മാപ്പിള, എന്താണ് മാപ്പിളാസ് ഡെഡ് ബോഡി എന്ന് ആവശ്യപ്പെട്ട ഒരു മനുഷ്യനാണ്. മുസ്ലിങ്ങളുടെ ഡെഡ് ബോഡി വേണം എന്ന് ആവശ്യപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ് കരുണാകരന്റെ കാലത്ത്. ആ ഒറ്റ സംഭവമല്ലാതെ ആ രമൺ ശ്രീവാസ്തവയുടെ പേരിൽ പിന്നെ ഒന്നും കേട്ടിട്ടില്ല. നിർത്തേണ്ടടുത്ത് നിർത്താൻ അന്ന് കഴിഞ്ഞു കരുണാകരൻ എന്ന ഭരണാധികാരിക്ക്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാ സെൻകുമാർ ഏതാ സംഘി റിട്ടയർ ചെയ്തപ്പോ കണ്ടില്ലേ? സെൻകുമാറിനെ പോലത്തെ ഒരു സംഘി ഓഫീസറായിരുന്നു കേരളത്തിലെ പോലീസ് ഓഫീസർ എന്ന് ആലോചിച്ചപ്പോ അത്ഭുതമാണ്. പക്ഷേ അനങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്? ഭരിക്കാൻ ചങ്കൂറ്റമുള്ള ഉമ്മൻചാണ്ടിയുടെ കൂടെയായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. എന്റെ ഇരട്ടച്ചങ്കല്ല, മിനിമം ഒരു അരച്ചങ്കെങ്കിലുള്ള ഒരുത്തനായിരുന്നെങ്കിൽ ഇവർ ഈ തോന്നിയാസം കാണിക്കുമായിരുന്നു. ആലോചിക്കുക ഞങ്ങള്, മിനിമം അത് കാണിക്കുമായിരുന്നോ? നിങ്ങൾ കൊള്ളില്ല. അതുകൊണ്ട് രമൺ ശ്രീവാസ്തവയെ പോലെ, സെൻകുമാറിനെ പോലെയുള്ളവർക്ക് ബലസാൻ കഴിയും, അജിത് കുമാറിന് കഴിയും, സുജിത്താത്തിന് കഴിയും. അതുകൊണ്ട് മാറ്റേണ്ടത് ഈ കഴിവുകെട്ട കള്ളനായ അഴിമതിക്കാരനായ രാജ്യത്തെ കട്ടുമുടിക്കുന്ന പിണറായി വിജയനെയാണ്. സഖാക്കളെ, അവസാനത്തെ ഒടുക്കത്തെ മുഖ്യമന്ത്രി CPM-ൻ്റെത് എന്ന് നിങ്ങൾക്ക് പറയാതിരിക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനെ മാറ്റൽ മാത്രമാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഈ വന്നിരിക്കുന്ന ഈ സഹോദരന്മാരുണ്ടല്ലോ, ഈ മഹാസദസ്സുണ്ടല്ലോ, നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ കേരളത്തിൽ, മലപ്പുറത്ത്,
അല്ലേ? മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ച ഇതിലെ കുറെ ആളുകൾ, സിന്ദാബാദ് വിളിക്കുന്നവർ, ലീഗിന്റെ പണിയെടുക്കുന്നവർ, മുസ്ലിം ലീഗ് എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നവർ അല്ലേ നമ്മളൊക്കെ? എത്ര കാലമായി CHM, ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു കോയ തൊപ്പി വെച്ച് NSSന്റെ ക്യാമ്പിനകത്ത് പോയിട്ട് അവരോട് ഇല്ല, നിന്റെ സാമ്പത്തിക സംവരണം സമ്മതിക്കില്ലെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി, ഏയ് പണ്ഡിറ്റ്ജി, ഇത് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന്. എന്തെല്ലാം ഒരുത്തന്റെ ഒരു ലീഗുകാരന്റെ രോമങ്ങനെ എഴുന്നു നിൽക്കുന്ന വികാരത്തിന്റെ മുഹൂർത്തങ്ങൾ തന്ന മാപ്പിള. അല്ലാഹു അക്ബർ എന്നുറക്ക വിളിച്ചു തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്ന എത്ര പ്രസംഗകന്മാർ, നേതാക്കന്മാർ, അണികൾ. നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ നീ ഒരു വർഗീയവാദിയാണെന്ന്? എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം പറയാതിരുന്നുകൂടാ. കഴിഞ്ഞ ആഴ്ചയിൽ അൻവർ അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്താൻ, ആ പ്രസംഗം നടത്തുമ്പോൾ എനിക്ക് തോന്നിയ ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. അൻവർ CPMന്റെ ഇടതുപക്ഷത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ച ഒരു MLA ആണ് ഇപ്പോഴും. ഇത്രയും മെനഞ്ഞാന്ന് വരെ അവരുടെ സഹയാത്രികനാണ്. ആ അൻവർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വലിയ വേദനയുണ്ടാക്കി. അൻവർ പറയാൻ, ഞാൻ എൻ്റെ ഉമ്മയുടെ ഒരുപാട് മക്കൾ, അതിലൊരാൾ മുല കുടിച്ചു വളരാൻ എനിക്ക് അത്രത്തോളം, ഉമ്മയുടെ മുല കുടിച്ചു വളരാൻ അത്രത്തോളം കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ ഉമ്മയുടെ സഹോദരിയെ പോലെയുള്ള ഒരു മുസ്ലിം സ്ത്രീയുടെ മുല കുടിച്ചാണ് വളർന്നത്. മുലകുടിയുടെ കണക്ക് പറയാണ്. ഇതാ എൻ്റെ വീട്ടിലെ പണിക്കാർ, ഇതാ എൻ്റെ കൂടെയുള്ള ഖൻമാൻ, ഇതാ എൻ്റെ കൂടെയുള്ള ഡർവർ, പേരുകളൊക്കെ പറയുകയാണ്. ആ എന്നെയാണോ നിങ്ങൾ വർഗീയവാദിയാക്കുന്നത്? പ്രിയപ്പെട്ട അൻവർ, നിങ്ങളുടെ ബാപ്പ ഷൗക്കത്ത് അലിയില്ലേ? അദ്ദേഹം ഈ രാജ്യത്തിലെ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയൊക്കെ ആയിരിക്കാം, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, പക്ഷേ ഈ നാട്ടിൻ്റെ മുഖ്യധാരയിൽ നടന്ന ഒരു മനുഷ്യനല്ലേ? ആ ബാപ്പയുടെ ബാപ്പ എടുത്തു നോക്കിയിട്ടുണ്ടോ? ഈ രാജ്യത്തിന് വേണ്ടി പടപെട്ടിയിട്ടുണ്ടാവും. മലബാറിലെ ഏത് മാപ്പിളയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തോട് മുഖം തിരിച്ചു നിന്നത്? അങ്ങനെ ഒരു മകന് എന്നെ നിങ്ങൾ വർഗീയവാദിയാക്കുന്നോ എന്ന് കണ്ടമിടറി ചോദിക്കേണ്ടി വരിക. എടോ CPMകാരാ, നീ രാജ്യത്തെ എവിടേക്കാ കൊണ്ടുപോയി എത്തിക്കുന്നത്? പക്ഷെ ഞാൻ അൻവറിനോട് പറഞ്ഞു, ഞാനൊരു ലീഗാണ്, ജനിച്ചത് മുതൽ ഇപ്പോഴും അങ്ങനെ മരിക്കണമെന്ന് വിചാരിക്കുന്ന മുസ്ലിം ലീഗുകാരൻ. എന്നോടെങ്ങാനും നീ ഒരു മതേതരവാദിയാണോ വർഗീയവാദിയാണോ എന്ന് എന്നെ ചോദിച്ചാൽ പൊതുയോഗത്തിലെ പ്രസംഗമൊന്നുമില്ല, ചെവിക്കുറ്റി നോക്കിയിട്ട് ഞാൻ അടിക്കും, ലോകത്തിലെ ഏത് കേസ് വന്നാലും. താനൊക്കെ ആരാടോ ഇവിടുത്തെ മനുഷ്യരുടെ രാജ്യസ്നേഹത്തിന്റെ കൂറളക്കാൻ? CH ചോദിച്ച മാതിരി നിന്റെ അടുത്ത് കുറമീറ്റർ ഉണ്ടോ? അതിന്റെ വീട്ടിലിരുത്തിയാൽ മതി. എന്റെ പ്രിയപ്പെട്ട അൻവർ, നിങ്ങളുടെ വാപ്പയും വല്യാപ്പയും ഈ രാജ്യത്തിന് വേണ്ടി പടവെട്ടുമ്പോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കരിദിനമായി ആചരിച്ച കള്ളന്മാരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകള്. അറിയാം നിങ്ങൾക്ക്? കൂടെ കിടന്നപ്പോ നിങ്ങൾ ചോദിച്ചില്ല, മനസ്സിലാക്കണമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത കാട്ടുകള്ളന്മാരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകള്. ഓ, നമ്മളുടെ രാജ്യസ്നേഹങ്ങളൊക്കെ അവനെന്താ അവകാശടോ? ഈ രാജ്യത്ത് RSSകാരന്റെ കൂടെ ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ, ഇവർ രണ്ടുപേരും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തെ കരിദിനമായി ആചരിച്ചവരാണ്. 990 കേരളത്തിലെ CPMന്റെ ആഫീസിനകത്ത് ത്രിവർണ്ണ പതാക വെക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടായത്. അതിനു മുമ്പ് വെച്ചിട്ടുണ്ടോ? മലപ്പുറത്ത് ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടില്ലടോ. 990കളിലാണ് ഈ രാജ്യ സ്വതന്ത്രമായി എന്ന് നിനക്ക് ബോധമുള്ളത്. ഈ ജാതി കള്ളന്മാര് ഞങ്ങളെ രാജ്യസ്നേഹം അളക്കാൻ അല്ലേ? അതിനൊന്നും ആയിട്ടില്ലടോ സഖാബേ. നിങ്ങളൊന്നും തോന്നുക, നിങ്ങളുടെ കൂടെ നിന്നിട്ട് അവസാനം ഒരു മനുഷ്യനെ നിങ്ങൾ എത്തിച്ചിരിക്കുന്നത് അയാളുടെ പൊതുവേദിയിൽ നിൽക്കേണ്ടി വരിക. ഇതിനേക്കാൾ സങ്കടകരമായ മറ്റൊന്നുണ്ട്. സ്നേഹമുള്ളവരെ, രാഷ്ട്രീയത്തെ അതൊരു ജീവവായു പോലെ മാറി നിൽക്കുകയല്ല വേണ്ടത്, ചേർന്ന് നിൽക്കുകയാണ്. രാഷ്ട്രീയത്തെ കരുത്താർജിപ്പിക്കുകയാണ്. അതിന് ബദലുകളില്ല, മറ്റൊന്നുമില്ല. ഈ സംഘിയായാലും കുങ്കിയായാലും പൊട്ടന്മാരാണ്. 10 കൊല്ലം ഈ മോദി ഭരിച്ചിട്ട് നാടെവിടെ എത്തിയത്?
എന്താ ഡോളറിന്റെ ഒക്കെ വില നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പൊട്ടൻ RSSകാരാണ് ഈ രാജ്യം നിയന്ത്രിക്കുന്നത്. അതിന്റെ ഫലാണ്. മിനിമം ഞാൻ ചോദിക്കണത്, ആ 925 കാക്കി ട്രൗസർ മാറ്റിയിട്ട് ഒരു പാൻ്റ് ആക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത പുളുവന്മാരാണ് ഈ RSS എന്നൊക്കെ പറയണത്. നിങ്ങൾ ഗാന്ധിജിയുടെ ഈ ഇന്ത്യ, അതിൻ്റെ മനോഹരവും സമ്മോഹനവുമായ രാഷ്ട്രീയത്തെ ജീവവായു പോലെ മുറുകെ പിടിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് പറയാം, അതിന് ഈ രാജ്യമുണ്ടാവണം. ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. എന്തിനാ കമ്മ്യൂണിസ്റ്റുകാരറിയത്? എന്തിനാ അത്? നാളെ കോൺഗ്രസിനെ ചീത്ത പറയാനുള്ള ഒരു അവകാശം വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ജവഹർലാൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, മലപ്പുറത്ത് ആര്യാടും ഞങ്ങളും തമ്മിൽ എന്തെല്ലാം കച്ചറകൾ, ഇനി എന്തെല്ലാം കച്ചറകൾ ഉണ്ടാവാനിരിക്കുന്നുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ അറിയോ, ഈ രാജ്യത്ത് പരസ്പരം തർക്കിക്കാനും വിയോജിക്കാനും സ്വാതന്ത്ര്യമുള്ള നാടാണ്. ഞാൻ എൻ്റെ ബോധ്യം പറയും, നിങ്ങൾ നിങ്ങളുടെ ബോധ്യം പറയും. അല്ലാതെ രാജാവ് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും മുണ്ടിൽ മൂത്രം ഒഴിച്ചു പോകുന്ന സഖാബിനെ പോലെ ജീവിക്കാൻ ഇവിടെ ആളെ കിട്ടൂല. മനസ്സിലായോ ഞങ്ങൾക്ക്? ആളെ കിട്ടൂല. അതുകൊണ്ട് സഖാക്കളെ, അടിമ ജീവിതം അവസാനിപ്പിക്കുക. വേറെ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞു, അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും വൈകിയാണെങ്കിലും അവന് പറഞ്ഞല്ലോ, സന്തോഷം. ചിലരുടെ ഇഷ്ടം അടിമയെ പോലെ ആടുജീവിതം നയിക്കാനാണ്. അവരങ്ങനെ തന്നെ തീരും, അതങ്ങനെ തന്നെ ചെയ്യും. ഒരു വസ്തുവിനും കൊള്ളാതെ പത്രക്കാരനെ വിളിച്ചിട്ട് പറയാൻ ഒരു ട്രിക്കായിരുന്നു. ഈ ജാതി പൂളുവനെ ലോകത്ത് വേറെ കണ്ടിട്ടില്ല. ട്രിക്കേ, ആരെ പറ്റിക്കാനാടോ? നമ്മളൊക്കെ എന്തെങ്കിലും നല്ലത് പറഞ്ഞു വെച്ചിട്ട് ആൾക്കാർ കാത്തിരിക്കണത്. അല്ലാതെ ആർക്കെന്ത് വില? ഷാജിക്ക് എന്ത് വില? ബഷീർ സാഹിബിന് എന്ത് വില? സഫറുവിന് എന്ത് വില? ആർക്കെന്ത് വില? ഇതൊക്കെ ഒരു പരസ്പരം ബഹുമാനിക്കുന്നതൊക്കെ ആ പാലിക്കുന്ന മര്യാദൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ വണ്ണവും തടിയും കോലൊന്നും കണ്ടിട്ടൊന്നുമല്ല, നിലപാടുകളുടെയൊക്കെ പേരിലാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയത സക്രിയമാക്കുക. വിയോജിക്കാനുള്ള കരുത്ത് മനസ്സിനകത്ത് എപ്പോഴും ശക്തമായി, ഈ താങ്ങിക്കൊടുക്കാനുള്ള മനസ്സ് എപ്പോഴും ഉണ്ടാവുമല്ലോ, അതിന് പ്രത്യേകം വേണ്ടല്ല. വിയോജിച്ച് നിൽക്കാൻ കഴിയുന്ന റബലുകളായി തന്നെ ഈ രാഷ്ട്രീയത്തെ സക്രിയമാക്കി കൊണ്ടുപോകണം. സംഘികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും അവരുടെ എരപ്പത്തരത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല ഈ നാടെന്ന് പിന്നെയും പ്രഖ്യാപിക്കാൻ ഈ സമ്മേളനത്തിന് സാധിക്കുമാറാവട്ടെ. അഭിവാദ്യങ്ങൾ.